ഇറാന്റെ ആണവമോഹം നശിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി 18 ചെയ്തവരാണ് ഇസ്രായേലും അമേരിക്കയും. അതേ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണിന്റെ മുന്നിലൂടെ വളരുന്ന ഇറാനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. റഷ്യയുടെ കൈപിടിച്ച് ഇറാൻ വീണ്ടും ആണവ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര ഉപരോധ ഭീഷണികളെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ ശക്തമായ എതിർപ്പുകളെയും അപ്രസക്തമാക്കിക്കൊണ്ട് തങ്ങളുടെ സുസ്ഥിര ഊർജ്ജഭാവിക്കായി റഷ്യയും ഇറാനും നിർണായകമായ ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ്. ഇറാനിൽ 4 പുതിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനായി റഷ്യയുടെ സ്റ്റേറ്റ് എനർജി കോർപ്പറേഷനായ റൊസാറ്റോമുമായി ഇറാൻ $25 ബില്യൺ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഈ കരാർ വർദ്ധിച്ചു വരുന്ന പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം എത്രത്തോളം ദൃഢമാക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു. ഇറാന്റെ ആണവോർജ്ജ സ്ഥാപനത്തിന്റെ തലവനും വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ഇസ്ലാമിയുടെ മോസ്കോ സന്ദർശനത്തിന് പിന്നാലെയാണ് നിർണായകമായ ഈ ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്നത്. ഊർജാവശ്യങ്ങൾ വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനും രാജ്യത്തിന്റെ ദീർഘകാല ഊർജ്ജതന്ത്രം നടപ്പിലാക്കുന്നതിന്റെ ഭാഗവുമായിട്ടാണ് ഈ പുതിയ പദ്ധതി. നിലവിൽ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ബുഷഹർ ആണവ നിലയം മാത്രമാണ് ഇറാനിൽ പ്രവർത്തിക്കുന്നത്. 1 ജിഗാവാട്ട് ശേഷിയുള്ള ഈ നിലയം രാജ്യത്തെ മൊത്തം ഊർജത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നൽകുന്നത്. പുതിയ കരാർ പ്രകാരം ഹോർമോക്സ്നാങ് പ്രവിശ്യയിലെ സിറിക് മേഖലയിൽ 500 ഹെക്ടർ സ്ഥലത്താണ് അത്യാധുനികമായ 4 ജനറേഷൻ തേർഡ് റിയാക്ടറുകൾ സ്ഥാപിക്കുക. ഇവ പൂർത്തിയാകുന്നതോടെ 5000 മെഗാവാട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 2040ഓടെ 20 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സുപ്രധാനമായ പടിയായിട്ടാണ് പുതിയ കരാറിനെ ഇറാൻ വിലയിരുത്തിയിരിക്കുന്നത്. ഈ കരാർ ഒപ്പിട്ടതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. 2015 ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ വീണ്ടും ഉപരോധങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ നിലനിൽക്കെയാണ് റഷ്യയുടെ ഈ നീക്കം. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും ആണവായുധങ്ങൾ നേടാനാണ് ശ്രമിക്കുന്നതെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും ആരോപിക്കുന്നു. UN ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളെ റഷ്യയും ചൈനയും ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു. ആണവോർജ്ജം സമാധാനപരമായി ഉപയോഗിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ റഷ്യ എന്നും പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പാശ്ചാത്യ ശക്തികളുടെ സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദങ്ങളെ സംയുക്തമായി നേരിടാൻ റഷ്യയും ഇറാനും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ $25 ബില്യൺ മെഗാ ഡീലിനെ അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത്. ലോകശക്തികൾക്കിടയിലെ ഭിന്നതകൾ രൂക്ഷമാകുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ പുതിയ ആണവ സഹകരണം ഗൾഫ് മേഖലയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര എതിർപ്പുകളെ തള്ളിമാറ്റി സുസ്ഥിരമായ ഊർജ്ജ സുരക്ഷയും ശക്തമായ രാഷ്ട്രീയ പങ്കാളിത്തവും ഉറപ്പാക്കാനുള്ള റഷ്യ ഇറാൻ കൂട്ടുകെട്ടിന്റെ ദീർഘവീക്ഷണമുള്ള ഒരു കാൽവെപ്പാണ് ഈ $25 ബില്യൺ ആണവ കരാർ. റഷ്യയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച $25 ബില്യൺ പുതിയ ആണവ കരാർ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപരോധ ഭീഷണികളെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പുകളെയും തള്ളിമാറ്റി ഇറാനിൽ 4 പുതിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ റഷ്യയുടെ സ്റ്റേറ്റ് എനർജി കോർപ്പറേഷനായ റൊസാറ്റോ സന്നദ്ധത അറിയിച്ചതോടെ ഈ സഹകരണം ഇസ്രായേലിനും അതിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കും ഗുരുതരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ കൂട്ടുകെട്ട് പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങളെയും ആഗോള നയതന്ത്ര ബന്ധങ്ങളെയും സങ്കീർണമാക്കുകയും ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഇറാന്റെ ആണവ പദ്ധതിയെ അവരുടെ നിലനിൽപ്പിനായുള്ള ഭീഷണിയായി കാണുന്ന ഇസ്രായേലിനാണ് ഈ കരാർ ഏറ്റവും വലിയ ആശങ്ക നൽകുന്നത്. വൈദ്യുതി ഉൽപാദനത്തിനുള്ളതാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും റഷ്യ നൽകുന്ന പുതിയ തലമുറ റിയാക്ടർ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. ആണവ നിലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വൈദഗ്ധ്യവും കാലക്രമേണ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് തിരിച്ചുവിട്ടേക്കാമെന്ന സംശയം അവർ തള്ളിക്കളയുന്നില്ല. 2040ഓടെ 20 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ഇറാന്റെ ലക്ഷ്യം പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഇസ്രായേൽ വിലയിരുത്തുന്നു. റഷ്യയുടെ നേരിട്ടുള്ള പിന്തുണയോടെ ഇറാൻ കൂടുതൽ കരുത്താർജിക്കുന്നത് തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നതിനാൽ ഈ കരാറിനോട് കൂടുതൽ ശക്തമായ സൈനിക പ്രതികരണങ്ങളോടെ രഹസ്യ ഓപ്പറേഷനുകളോ ആസൂത്രണം ചെയ്യാൻ ഇസ്രായേൽ നിർബന്ധിതരാകേക്കാം. മറുവശത്ത് ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്ന നയം പിന്തുടരുന്ന അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങൾക്ക് ഈ കരാർ വലിയ തിരിച്ചടി നൽകുന്നു. ഇറാനെ ഒറ്റപ്പെടുത്താനും സാമ്പത്തികമായി ഞെരുക്കാനുമുള്ള അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ നിലനിൽക്കെയാണ് റഷ്യ ഇത്രയും വലിയ സാമ്പത്തിക ഇടപെടൽ നടത്തുന്നത്. റഷ്യൻ പങ്കാളിത്തം അമേരിക്കയുടെ ഉപരോധ നയത്തിന്റെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുകയും ഇറാന്റെ സാമ്പത്തിക ഒറ്റപ്പെടലിനെ ലഘൂകരിക്കുകയും
നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കുന്ന റഷ്യ ഇറാൻ അച്ചുതണ്ട് കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ കരാർ വഴിയൊരുക്കിയേക്കാം. ഇത് ആഗോള ആണവ വ്യാപനം തടയുക എന്ന അമേരിക്കൻ നയത്തിന്റെ പ്രധാന ലക്ഷ്യത്തിനും വിരുദ്ധമാണ്. ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്കും റൊസാറ്റോമിനുമെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇറാനെ വീണ്ടും ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാൻ പുതിയ നയതന്ത്ര വഴികൾ തേടുന്നതിനെക്കുറിച്ചോ അമേരിക്കയ്ക്ക് ഗൗരവകരമായ പുനർചിന്ത നടത്തേണ്ടതായി വരും. ചുരുക്കത്തിൽ ഈ ആണവ കരാർ വെറും ഒരു ഊർജ്ജ കൈമാറ്റം എന്നതിലുപരി പാശ്ചാത്യ ശക്തികൾക്കെതിരായ ഒരു സംയുക്ത പ്രഖ്യാപനമാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഇറാന്റെയും റഷ്യയുടെയും ഇച്ഛാശക്തിയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഈ നീക്കം ഇസ്രായേലിന്റെ സുരക്ഷാ കണക്കുകൂട്ടലുകളെയും അമേരിക്കയുടെ നയതന്ത്ര മുൻഗണനകളെയും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഇത് പശ്ചിമേഷ്യയിൽ കൂടുതൽ സങ്കീർണവും സംഘർഷഭരിതവുമായ ഒരു അന്തരീക്ഷവും സൃഷ്ടിക്കുന്നു. റഷ്യയെ പോലെ ഒരു ലോകശക്തിയുടെ പിന്തുണ ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം സാമ്പത്തികമോ സാങ്കേതികമോ ആയ സഹായങ്ങൾക്കപ്പുറം വലിയ രാഷ്ട്രീയവും തന്ത്രപരവുമായ കരുത്താണ് നൽകുന്നത്. റഷ്യൻ പിന്തുണ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം റഷ്യ UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാണ്. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങളോ പ്രമേയങ്ങളോ കൊണ്ടുവരാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ നീക്കങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരം റഷ്യയ്ക്കുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നയതന്ത്ര ശ്രമങ്ങൾക്ക് ഒരു വലിയ തടസ്സമായി മാറുന്നു. അതായത് ലോകരാജ്യങ്ങൾ ഇറാനെതിരെ തിരിയുമ്പോഴും തങ്ങളെ പിന്തുണയ്ക്കാൻ ഒരു മഹാശക്തി കൂടെയുണ്ടെന്ന ആത്മവിശ്വാസം ഇറാൻ ഭരണകൂടത്തിന് ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ കാരണം ലോക വിപണിയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ രാജ്യമാണ് ഇറാൻ. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ $25 ബില്യൺ കരാർ ഒരു വലിയ സാമ്പത്തിക സഹായം നൽകുന്നു. റഷ്യൻ കമ്പനിയായ റൊസാറ്റോം കരാറിൽ ഏർപ്പെടുമ്പോൾ അമേരിക്കൻ ഉപരോധങ്ങളെ ഫലപ്രദമായി മറികടക്കാൻ ഇറാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് സാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ഇറാന്റെ സാമ്പത്തിക ഒറ്റപ്പെടൽ ലഘൂകരിക്കുകയും സുപ്രധാനമായ ഊർജ്ജ പദ്ധതികൾ മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുകയും ചെയ്യും. കൂടാതെ റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക സഹായമാണ് ഈ കരാറിന്റെ നിർണായക ഘടകം പോലും. ആണവോർജ്ജം പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ അത്യാധുനിക ജനറേഷൻ റിയാക്ടർ സാങ്കേതിക വിദ്യ ലഭിക്കുന്നത് ഇറാന്റെ ദീർഘകാല ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ആണവ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. അത്തരമൊരു രാജ്യവുമായി സഹകരിക്കുന്നത് ഇറാന്റെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുകയും അവരുടെ ദേശീയ സുരക്ഷയും സ്വാശ്രയത്വവും മെച്ചപ്പെടുത്തുകയും ചെയ്യും. ചുരുക്കത്തിൽ ഈ പിന്തുണ ഇറാനെ പശ്ചിമേഷ്യയിൽ കൂടുതൽ കരുത്തുള്ള ഒരു പ്രാദേശിക ശക്തിയായി നിലനിർത്താൻ സഹായിക്കുന്നു. പാശ്ചാത്യ ആധിപത്യത്തിനെതിരായ ഒരു പുതിയ തന്ത്രപരമായ അച്ചുതണ്ടിന്റെ ഭാഗമായി മാറാൻ റഷ്യയുടെ പിന്തുണ ഇറാന് സഹായമാകുകയും ഇത് അവരുടെ ബാർഗെയിനിങ് ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. റഷ്യയുടെ പിന്തുണ ഇറാനെ ഒരു രാഷ്ട്രീയ കവചം നൽകിക്കൊണ്ടാണ് ശക്തിപ്പെടുത്തുന്നത്. UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗമായ റഷ്യയുടെ സഹായം ഇറാനെതിരെയുള്ള കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും പ്രമേയങ്ങളെയും തടയാൻ സഹായിക്കുകയും രാജ്യത്തിന്റെ നയതന്ത്രപരമായ ഒറ്റപ്പെടൽ ലഘൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി $25 ബില്യൺ ഈ ആണവ കരാർ അമേരിക്കയുടെ ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ സാമ്പത്തിക ഞെരുക്കത്തിന് വലിയൊരളവിൽ ആശ്വാസം നൽകുന്നു. കൂടാതെ റൊസാറ്റോം നൽകുന്ന അത്യാധുനിക ആണവ സാങ്കേതിക വിദ്യ ഇറാന്റെ സുസ്ഥിര ഊർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ തന്ത്രപരമായ കൂട്ടുകെട്ട് ഇറാനെ പശ്ചിമേഷ്യയിലെ കരുത്തുള്ള പ്രാദേശിക ശക്തിയായി നിലനിർത്താനും പാശ്ചാത്യ ആധിപത്യത്തിനെതിരെ ഒരു ശക്തമായ അച്ചുതണ്ടിന്റെ ഭാഗമാകാനും സഹായിക്കും.